ആദ്യ സിനിമയിലെ അഭിനയത്തിന് ഒരുപാട് പഴികേട്ട നടനാണ് ഫഹദ് ഫാസിൽ. പിന്നീട് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത താരം തിരിച്ചുവരവിൽ ഇന്ത്യയിലെ മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് നടന്നു കയറുകയായിരുന്നു. തിരിച്ചുവരവിൽ 2 തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ താരം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും സിനിമയിലെ അഭിനയത്തിന് സഹനടനുള്ള ദേശീയ അവാർഡും നേടി. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചു. അല്ലു അർജുൻ സുകുമാർ കൂട്ടുകെട്ടിൽ പിറന്ന പുഷ്പ, കമൽഹാസൻ ലോകേഷ് കനകരാജ് ഒന്നിച്ച വിക്രം എന്നീ സിനിമയിലും താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ വർഷം മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ ആവേശത്തിലൂടെ തന്റെ ബോക്സ് ഓഫീസ് പവറും വ്യക്തമാക്കി. റൊമാൻറ്റിക് സിനിമകളുടെ ഭാഗമാകാൻ തനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ടെന്ന് പറയുകയാണ് താരം. മണിരത്നം സംവിധാനം ചെയ്ത ക്ലാസിക് റൊമാൻറ്റിക് ചിത്രം മൗനരാഗത്തിന്റെ മോഡേൺ വെർഷൻ തനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ഫഹദ് പറഞ്ഞു. ലോകം മാറിയതുകൊണ്ട് അതുപോലൊരു സിനിമ ചെയ്യുന്നത് ഇപ്പോൾ സാധ്യമല്ലെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. റൊമാൻറ്റിക് സിനിമകൾ ചെയ്യാൻ എനിക്കിപ്പോഴും താല്പര്യമുണ്ട്. സാധാരണ ലവ് സ്റ്റോറി പോലെ ഒന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത മൗനരാഗത്തിന്റെ മോഡേൺ വെർഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം, സൊസൈറ്റി അന്നത്തെ കാലത്തിൽ നിന്ന് ഒരുപാട് മാറി. ആ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഒരു കല്യാണം ഇപ്പോൾ വർക്കാവില്ല. അതെല്ലാം ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കുക എന്നത് ഇപ്പോൾ വലിയ ടാസ്ക്കാണ്. അതുപോലെ റവല്യൂഷണറി ആയിട്ടുള്ള എന്തെങ്കിലും വേഷം ചെയ്യണമെന്നും എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്തരം വേഷങ്ങൾ ചെയ്യാൻ എന്നെ ആരും വിളിക്കാറില്ല എന്നതാണ് ഫഹദ് ഫാസിൽ പറഞ്ഞു.